സെക്കൻഡ് മോഡ്യൂളിൽ പറഞ്ഞതുപോലെ നമുക്കൊരു മെയിനായിട്ടുള്ള ഒരു തിയറി പാർട്ട് കാണും. അത് ഷുവറായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞൊരു തിയറി പാർട്ടും കാണും, അതുപോലെ പ്രോബ്ലവും കാണും. ഇപ്പോൾ സെക്കൻഡ് മോഡ്യൂളിൻ്റെ കേസിൻ്റെ അകത്താണെങ്കിൽ എന്താണ്, ക്യാം ആണ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളതും, കോറിയോളിസ് കമ്പോണന്റ് ഓഫ് അസലറേഷൻ ആണ് തിയറി പാർട്ടിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത്. ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയാൻ നേരത്ത് അതിൻ്റെ അകത്ത് എന്തോന്നാണ്, വെലോസിറ്റി ഓഫ് എ ജോയിന്റ്, അതായത് ഒരു പോയിന്റിലെ വെലോസിറ്റിയും ഒമേഗ എന്ന് പറയുന്നത് ലിങ്കിൽ കാണപ്പെടുന്നതാണ്. ഒരു പോയിന്റിൽ കാണപ്പെടുന്നത് വെലോസിറ്റിയും ഒരു ലിങ്കിൽ കാണപ്പെടുന്നത് ഒമേഗയും, ആ ഒരു രീതിയിൽ വിചാരിക്കുക. അത് ഞാൻ കണക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എനിവേ ഫസ്റ്റ് മോഡ്യൂളിലെ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്കൊരു മെക്കാനിസം തന്നിരിക്കും, അതിൻ്റെ അകത്ത് വെലോസിറ്റി ആൻഡ് ഒമേഗ കണ്ടുപിടിക്കുന്നതാണ് ചോദ്യം. ഫസ്റ്റ് മോഡ്യൂളിലെ പ്രോബ്ലം എന്താണ്, വെലോസിറ്റി അല്ലെങ്കിൽ ഒമേഗ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രോബ്ലം. ഇനി തിയറിക്കകത്തെ കൊമ്പൻ എന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു 3 ചോദ്യമാണ്, ഒരു 3 എസ്സേ ക്വസ്റ്റ്യൻ പോലത്തെ ഒരു ചോദ്യമാണ്. എന്താന്ന് വെച്ചാൽ ഇൻവെർഷൻസ് ഓഫ് 4 ബാർ മെക്കാനിസം, ഇൻവെർഷൻസ് ഓഫ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം, ഇൻവെർഷൻസ് ഓഫ് ഡബിൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. അങ്ങനെ ഈ ഒരു 3 എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ട്, 10 മാർക്കിന് ചോദിക്കാം. ഒന്നെങ്കിൽ ചിലപ്പം ഈ പ്രോബ്ലം ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ഈ ഇൻവെർഷൻസിന്റെ ഇത് തന്നെ ഈ 3 ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു ചോദ്യം 10 മാർക്കിന് ചോദിച്ചേക്കാം. പിന്നെ ചിലപ്പോൾ ഇത് രണ്ടും ചോദിച്ചേക്കാം. അപ്പോൾ പാർട്ട് ബിയിൽ തന്നെ ഓർ എയും ഉണ്ട് ഓർ ബിയും ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഓർ ബി ആയിട്ട് ചിലപ്പോൾ ഇത് ചോദിക്കാം, ഓർ എ ആയിട്ട് ചിലപ്പം മറ്റേത് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ക്വസ്റ്റ്യൻ കൺവീനിയൻ്റ് ആയിട്ടിരിക്കുന്നത്, ചിലപ്പം നമ്മൾ പഠിക്കുന്നതിൻ്റെ ചിലപ്പോൾ എക്സ്ട്രീം ലെവലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പ്രോബ്ലമിൽ നിന്ന് ചോദിക്കുന്നത്, പഠിക്കുന്നതിൻ്റെ ചിലപ്പം എക്സ്ട്രീം ലെവലൊക്കെ ചിലപ്പോൾ ചില സമയത്ത് ചോദിച്ചേക്കാം. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ആ സമയത്ത് ഈ 3 എസ്സേ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു എസ്സേ ക്വസ്റ്റ്യൻ നമ്മൾ 3 എസ്സേ ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും ചോദിക്കുന്നത്, ഡയറക്റ്റ് കയറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഡയറക്റ്റ് കയറ്റി കൊടുക്കാവുന്നില്ല, അത് നമ്മൾ അറ്റൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നൊക്കെയാണോ പറയുന്നത്? അതായത് ഞാൻ ആ 3 ക്വസ്റ്റ്യൻ പറയാം. മോഡ്യൂൾ 2-ൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ എന്തോന്നാണ്, കോറിയോളിസ് കമ്പോണന്റ് ഓഫ് അസലറേഷനും ക്യാമും. മോഡ്യൂൾ 1-ൻ്റെ അകത്ത് ഇൻവെർഷൻസ് ഓഫ് സ്ലൈഡർ ക്രാങ്ക്, ഇൻവെർഷൻസ് ഓഫ് 4 ബാർ മെക്കാനിസം, പിന്നെ ഇൻവെർഷൻസ് ഓഫ് ഡബിൾ സ്ലൈഡർ ക്രാങ്ക്. അങ്ങനെ ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ട്, 3 എസ്സേ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ 3 എസ്സേ ക്വസ്റ്റ്യൻസിന് ഓരോന്നും ചിലപ്പോൾ 10 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഇതൊരു സെറ്റ് ഓഫ് സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും നമുക്ക് ഇത് ഒരു തവണയെ ചോദിച്ചിട്ടുള്ളൂ. സ്ലൈഡർ ക്രാങ്ക് ഇത് ചോദിച്ചിട്ടേ ഇല്ല. ഇത് കഴിഞ്ഞ പരീക്ഷയും കൂടെ ചേർത്ത് മൊത്തം 3 തവണ ചോദിച്ചു. ഓക്കെ, അതാണ് 4 ബാറിൻ്റെ ഇത്. അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾ മസ്റ്റ് ടോപ്പ് പ്രിയോറിറ്റി കൊടുത്ത് നിങ്ങൾ ഇത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും നിങ്ങൾക്ക് മോഡ്യൂൾ 1 അറ്റൻഡ് ചെയ്യാൻ പറ്റിയ കാര്യം. സപ്പോസ് ഇപ്പോൾ ഇൻവെർഷൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്, അല്ലെങ്കിൽ ആ പ്രോബ്ലം. ശരി, പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മോമിൽ മൊത്തം നമുക്ക് പഠിക്കാനുള്ളത് ഒന്നെങ്കിൽ സ്ലൈഡർ ക്രാങ്ക്, അതായത് ഫസ്റ്റ് മോഡ്യൂള് 4th മോഡ്യൂള് ഒക്കെ എടുക്കുവാണെങ്കിൽ സ്ലൈഡർ ക്രാങ്ക് അല്ലെങ്കിൽ 4 ബാർ, ഈ 2 സംഭവമാണ് നമ്മൾ പഠിക്കുന്നത്. 4 ബാർ മെക്കാനിസം അല്ലെങ്കിൽ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് സ്ലൈഡർ ക്രാങ്ക് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇതാണ് സ്ലൈഡർ ക്രാങ്ക്. അല്ലെങ്കിൽ സ്ലൈഡർ ക്രാങ്ക് എന്ന് വിചാരിക്കാൻ നേരത്ത് നിങ്ങൾ ഇതിനൊരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞ് വിചാരിച്ചു കൊടുക്കുക. ഓക്കെ, ട്രയാങ്കിൾ പോലെ 3 സൈഡ് കാണും. പിന്നെ 4 ബാർ എന്ന് പറയുമ്പോൾ അറിയാലോ, 4 ബാർ, അതിനൊരു സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ് വിചാരിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ 4 ബാർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും.
അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെയാണെന്ന് വെച്ചിരിക്കും. ഓക്കെ, ABCD എന്ന് പറഞ്ഞ് വരും. ഇത് OAB എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇതാണ് ഒരു 4 ബാർ മെക്കാനിസം, ഇതാണ് ഒരു സൈഡ് ക്രാങ്ക് മെക്കാനിസം. ഫസ്റ്റ് മോഡ്യൂളിലും പിന്നെ അതുപോലെ തന്നെ 4th മോഡ്യൂളിലും നമ്മൾ ഈ 2 സാധനം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് എന്നാ ചെയ്യാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും, വെലോസിറ്റി. അതുപോലെ തന്നെ ഒമേഗ കണ്ടുപിടിക്കാനും ചോദിക്കും. ഈ വെലോസിറ്റി എന്ന് പറയുന്ന സാധനം ഒരു ജോയിന്റിലായിട്ട് കാണപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ഒരു പോയിന്റിലായിട്ട്, ജോയിന്റ് അല്ലെങ്കിൽ ഒരു പോയിന്റിലായിട്ട് കാണപ്പെടുന്നതാണ്. ജോയിന്റ് അല്ലെങ്കിൽ പോയിന്റ്, ജോയിന്റ് എന്ന് ഇങ്ങനെ പറയാൻ പാടില്ല, അത് കണക്ക് ചെയ്യാൻ പറയാം അത് എങ്ങനെയാണ്. കാരണം അങ്ങനെ ഓർത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടൊരു ഐഡിയ കിട്ടും, അതുകൊണ്ടാണ് പറഞ്ഞത്. ജോയിന്റ് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറഞ്ഞ് വിചാരിക്കുക. ഏത് വെലോസിറ്റി. ഒമേഗ എന്ന് പറയുന്ന സംഭവം ഒരു ലിങ്കിൽ കാണപ്പെടുന്നതാണ്, ഒരു ലിങ്കിൽ. ഓക്കെ, വെലോസിറ്റി എവിടെ കാണപ്പെടും? ജോയിന്റ് അല്ലെങ്കിൽ പോയിന്റ്. ഒമേഗ എന്ന് പറയുന്നത് ലിങ്കിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനിയിപ്പം ഇത് ലിങ്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ലിങ്ക് ഇതൊരു ലിങ്കാണ്, ഇതൊരു ലിങ്കാണ്, ഇത് ഇനിയൊരു ലിങ്കാണ്, ഇത് ഇനിയൊരു ലിങ്ക്, ഇത് ഇനിയൊരു ലിങ്ക്. അപ്പം മൊത്തം 4 ലിങ്ക് ഉണ്ട്. ഓക്കെ, ഇനിയിപ്പം സപ്പോസ് ഇവിടെ ഞാൻ വേറെ ഒന്നും വരയ്ക്കുകയാണ്. ഇത് മൊത്തം എത്ര ലിങ്കാ? ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, മൊത്തം 5 ലിങ്ക്. മനസ്സിലായോ? ഇതിനകത്ത് ജോയിന്റ് എത്ര ജോയിന്റ് ഉണ്ട്? 1, 2 എണ്ണം കൂടിച്ചേരുന്നതാണ് ഒരു ജോയിന്റ്, 2 എണ്ണം കൂടിച്ചേരുന്നതാണ് ഒരു ജോയിന്റ്. അപ്പൊ ഇതും ചേരുന്നത് ഇത് 1, ഇതും കൂടെ ചേർന്ന് ഇത് 2, ഇതും കൂടെ 3, 4, 5 അങ്ങനെ പറഞ്ഞു വരും. ഇനിയിപ്പോ സപ്പോസ് ഇതാണെങ്കിലോ, ഇപ്പൊ ഇങ്ങനെ ഒരെണ്ണം ഞാൻ വരച്ചു, ഇങ്ങനെ ഒരെണ്ണം വരച്ചു. അപ്പൊ ഇതിനകത്ത് എത്ര ലിങ്ക് ഉണ്ട്? ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, അല്ലേ? ഇതിനകത്ത് എത്ര ജോയിന്റ് ഉണ്ട്? ഇതും കൂടെ ചേർന്ന ഇത് ഒരു ജോയിന്റ്, ഇതും കൂടെ ചേരുന്നത് 2, ഇതും കൂടെ ചേരുന്നത് 3, ഇതും കൂടെ ചേരുന്നത് 4. ശരിയല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനിയിപ്പോ ഇതാണെങ്കിലോ, ഇതിനകത്ത് എത്ര ലിങ്ക് ഉണ്ട്? 1, 2, 3, 4, 5. 5 ലിങ്ക് അല്ലേ? എത്ര ജോയിന്റ് ഉണ്ട്? ഇതും കൂടെ 2 എണ്ണം കൂടി ചേരുന്നതാണ് ഒരു ജോയിന്റ്. അപ്പൊ ഇതും കൂടെ കൂടി ചേരുന്നത് 1, ഇതും കൂടെ 2, 3, 4, 5, 6. അപ്പൊ എത്ര ജോയിന്റ് ആണ്? 6. എത്ര ലിങ്ക് ആണ്? 5. ഓക്കെ, ആ ഒരു കാര്യം. ഇതിപ്പോ ഞാൻ വേറൊരു ഇത് പറയുന്നതിനൊപ്പം തന്നെ വേറെ ഒരു സൈഡ് ടോപ്പിക്കും കൂടെ നൈസായിട്ട് പറഞ്ഞേക്കാം. ഇതിപ്പം ജോയിന്റും ലിങ്കും എടുക്കാൻ മനസ്സിലായല്ലോ. ഇനി ഹയർ പെയർ എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഉണ്ട്. ഹയർ പെയർ എന്ന് വെച്ചാല് ഇതിപ്പോ ഇങ്ങനെ ഒരു മെക്കാനിസം ആണ്. അപ്പം ഇത് ഒരു സർക്കിളും വേറെ ഒരു സർക്കിളും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലം. ഇപ്പം 2 ലിങ്കും കൂടെ കൂട്ടിമുട്ടുന്നതിനെ നമ്മൾ ജോയിന്റ് എന്ന് പറയും. 2 സർക്കിളും കൂടെ കൂട്ടിമുട്ടുന്ന ആ ഒരു ഇതിനെ വന്നിട്ട് നമ്മൾ പറയുന്നത് ഹയർ പെയർ എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് H. ഇപ്പോൾ ഇവിടെ ഹയർ പെയർ എന്ന് പറയുന്നത് 1 ആണ്, അങ്ങനെ എടുക്കും. ഓക്കെ, ശരി. ഇപ്പം ഞാനിത് പറയുന്നതിന് കൂട്ടത്തിൽ വേറെ ഒരു ടോപ്പിക്കാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാർട്ട് ബിയിലെ പ്രോബ്ലമാറ്റിക് ഒക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ എടുക്കുന്നത്. ഇതിന് ശേഷം എല്ലാം കഴിഞ്ഞിട്ട് പാർട്ട്, അതായത് ഓരോ മോഡ്യൂളിലെയും തിയറി ഏതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഇന്നതൊക്കെ ചോദിക്കാം, ഇന്നതൊക്കെ ചോദിച്ചാൽ ഇന്നതൊക്കെ ആണ് കൊടുക്കേണ്ടതെന്നുള്ള രീതിയിൽ ഒരു എക്സ്പ്ലനേഷനും കൂടെ മോഡ്യൂൾ വൈസും കൂടെ കാണും. ഇതിപ്പോൾ പ്രോബ്ലമാറ്റിക്കിൻ്റെ പറയുക. ശരി, ഇപ്പോൾ അത് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഷോർട്ടായിട്ട് DOF എന്ന് പറയും. അതായത് അത് ഒരു ലിങ്കിൻ്റെ ഒരു മെക്കാനിസം വന്നിട്ട് അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പം ഇതിനെ കുഡ്സ്ബാക്ക് ക്രിട്ടേറിയ എന്ന് പറഞ്ഞാൽ ഉള്ളത്. കുഡ്സ്ബാക്ക് ക്രിട്ടേറിയ. പുള്ളിയുടെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ഡിഗ്രീസ് ഓഫ് DOF is equal to 3 into n - 1 minus 2j minus
എച്ച്. അതിൻ്റെ അകത്ത് എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലിങ്ക്. ഓക്കെ. ജെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ജോയിൻറ്റ്. ഓക്കെ. എച്ച് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹയർ പെയർ. ഓക്കെ. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലിങ്ക്, ജെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ജോയിന്റ്, എച്ച് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹയർ പെയർ. അപ്പൊ ഇതാണ് ആ ഇക്വേഷൻ. 3 × n-1 - 2j - h എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. ഓക്കെ. അപ്പം നമുക്കിപ്പം ഒരു ലിങ്ക് അവർ തന്നു. അതായത് ഇപ്പം ഇതാണെങ്കിൽ ഇതിൻ്റെ അകത്തെ അതായത് ഇങ്ങനെ ഒരു സംഭവം തന്നിരിക്കുക. ഒരു തവണ സിലബസിലാന്ന് തോന്നുന്നു ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും എന്തോന്നാണ് ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്, ഇതിൻ്റെ അകത്തെ നമ്പർ ഓഫ് ലിങ്ക് എത്രയാണിത്. എന്നു പറയുന്നത് 1, ജോയിന്റ് എന്ന് പറയുന്നത് ഉണ്ടോ? ഇല്ല. ജെ എന്ന് പറയുന്നത് 0, പിന്നെ എച്ച് എന്ന് പറയുന്നതും 0. അപ്പം 3 × n-1. n-1 എന്ന് പറയുമ്പോൾ 1 - 1. n-1 - 2 × 0 - 0 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇത് എത്രയും പോകും. 1 - 1 എന്ന് പറയുമ്പോൾ 0, 3 × 0 0. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇതിൻ്റെ അകത്ത് എത്രയാണ്? 0 ആണ്. ഇനിയിപ്പോൾ സപ്പോസ് ഇങ്ങനെയാണെങ്കിലോ, ഇങ്ങനെ ഒരു മെക്കാനിസം തന്നിരിക്കും. അപ്പം ഇതിൻ്റെ നമ്പർ ഓഫ് ലിങ്ക് എത്രയാ? 1 2 ജോയിന്റ് എത്രയാ? 2 എണ്ണം കൂടി ചേർന്നാണ് ഒരു ജോയിന്റ്. അപ്പം ജെ എന്ന് പറയുന്നത് എത്ര? 1. എച്ച് ഉണ്ടോ? 0. അപ്പം 3 × n-1. n-1 എന്ന് പറയുന്നത് 2 - 1 -2 × j1 -0 എന്ന് പറഞ്ഞു വരും. ഇത് പോയി. അപ്പം 2 - 1 എന്ന് പറയുന്നത് 1. അപ്പോൾ 3 × 1 3, 3 - 2 എന്ന് പറഞ്ഞു വരും. 3 - 2 1. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ 3 എണ്ണമുള്ള ഇതാണെങ്കിൽ ഇങ്ങനെയാണെങ്കിലോ, ഇതിൻ്റെ അകത്ത് എത്ര എണ്ണം ഉണ്ട്? ലിങ്ക് നമ്പർ ഓഫ് ലിങ്ക് എന്ന് പറഞ്ഞാൽ 1 2 3, ജോയിന്റ് 1 2 3, പിന്നെ ഹയർ പെയർ 0. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? 3 × n-1 - 2j - h. അപ്പം ഇതിൻ്റെ 3 × n-1 3 - 1 -2 × 3 -0. ഓക്കെ. ഈ 0 നമുക്ക് പോയി. 3 × 3 - 3 × 2 6 -3 × 2 6 -0 അത് പോയി. അപ്പോൾ ഇത് 0 ആയി പോകും. ഇനിയിപ്പം നമുക്ക് 4 ബാർ മെക്കാനിസവും സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസവുമാണ് നമുക്ക് മോമ് ഫുള്ളായിട്ട് പഠിക്കാനുള്ളത്. സ്ലൈഡർ ക്രാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ്, 4 ബാർ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പ്. ഓക്കെ. ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ലിങ്ക്, ഇത് ഫിക്സഡ് ലിങ്കാണ്, ഇത് 2, ഇത് 3, ഇത് 4, അങ്ങനെ മൊത്തം 4 ലിങ്ക് ഉണ്ട്. ഇതിൻ്റെ അകത്ത് എത്ര ലിങ്ക് ഉണ്ട്? ഇതിൽ ഇതൊരു ലിങ്ക്, OA ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, പിന്നെ ഇവിടെയും ഇതിനൊരു ലിങ്ക് ആയിട്ട് എടുക്കണം. ഇവിടെ ഒരു ലിങ്ക് ഉണ്ടെന്ന് പറഞ്ഞ് വിചാരിക്കണം. സ്ലൈഡർ ട്രയാങ്കിളിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു കാര്യമാണ്. ഓക്കെ. നിങ്ങൾക്കൊരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കണമെങ്കിൽ ഈ ചെറിയൊരു പെട്ടി വരയ്ക്കുന്നതിൻ്റെ ഇതിനെ നിങ്ങളൊരു സൈഡായിട്ട് ഇങ്ങനെ വിചാരിച്ചു, അത് ഇതിൻ്റെ ഒരു സൈഡായിട്ട് ഇങ്ങനെ വിചാരിച്ചു. എന്നിട്ട് ഇതിനെ നിങ്ങൾ എന്തോന്നായിട്ട് എടുക്കുക? 4 ആയിട്ട് എടുക്കുക. ഓക്കെ. ആക്ച്വലി ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, പിന്നെ ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്. ഓക്കെ. അങ്ങനെയാണ് വരുന്നത്. ശരി. ഇനി ഇപ്പോൾ 4 ബാർ എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ തന്നെ 1 2 3 4 നമുക്ക് എടുക്കാൻ പറ്റും. സ്ലൈഡർ ക്രാങ്ക് ആണെങ്കിൽ 1 2 3 എന്ന് പറഞ്ഞ് ബാക്കി സ്ഥലങ്ങളെല്ലാം എടുക്കുക. ഈ പിസ്റ്റൺ വരുന്ന സ്ഥലമാണ് എന്തോന്ന്, അതിനകത്ത് ഈ ഒരു സംഭവത്തിന് നിങ്ങൾ 4 ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ലിങ്ക് ഉണ്ടെന്നാണ് സ്ലൈഡർ ക്രാങ്കിൻ്റെ ഒരു ട്രൂത്ത്. അപ്പം അത് ആ ഒരു രീതിയിൽ തന്നെ ആ കോൺസെപ്റ്റ് എടുക്കുക. ശരി. ഇനിയിപ്പം ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ആണെങ്കിൽ ഈ വശത്തിലെ ഇതാണ് എന്തോന്ന്? ക്രാങ്ക്. ഇത് കണക്റ്റിംഗ് റോഡ്, ഇത് പിസ്റ്റൺ. ഓക്കെ. എൻ്റെ ഈ കയ്യിനെ ഞാൻ ക്രാങ്ക് ആയിട്ട് എടുക്കുക. അപ്പം ഇതിവിടെ ഞാൻ എൻ്റെ ഒരു സൈഡ് ഫിക്സഡ് ആണ്. എന്നിട്ട് ഇതിങ്ങനെ കറക്കാൻ നേരത്തെ എന്തോന്ന് പറ്റും? ഇതിങ്ങനെ പോയി ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു. അപ്പോൾ ഇതിനെപ്പോഴും ഈ മോഷൻ തന്നെ ആയിരിക്കും. ഈ കണക്റ്റിംഗ് റോഡാണ് ഇതിനെ ഇങ്ങനെ കറക്കുന്നത്. ഓക്കെ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് സംഭവം. നിങ്ങൾക്കറിയാമല്ലോ. ശരി. അപ്പം ഇതാണ് ക്രാങ്ക്, ഇതാണ് കണക്റ്റിംഗ് റോഡ്, ഇതാണ് പിസ്റ്റൺ. ഇത് ഒരു ലിങ്ക്. അപ്പോൾ ഈ ലിങ്കിലാണ് എന്താണുള്ളത്? ഒമേഗ ഉള്ളത്. അതുപോലെ ഓരോ ലിങ്കിലായിരിക്കും ഒമേഗ കാണുന്നത്, ഓരോ പോയിന്റ് അല്ലെങ്കിൽ ജോയിന്റിലായിരിക്കും വെലോസിറ്റി കാണുന്നത്. ശരി. ഇനിയിപ്പം ഒരു ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും
ആ ലിങ്കിലെ വെലോസിറ്റി വരിക. ഒരു ലിങ്കിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആ ലിങ്കിലെ വെലോസിറ്റി വരിക. അതായത് ഇപ്പം ഇപ്പം OA എന്ന് പറഞ്ഞ ലിങ്ക് അപ്പോൾ അതിനകത്ത് നമ്മൾ OA എന്ന് പറഞ്ഞ ലിങ്കിൽ നമ്മൾ എയിൽ വെച്ച് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ അത് എങ്ങോട്ട് വരും? 90 ഡിഗ്രി എടുത്ത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് അത് ഇങ്ങനെ മണ്ടയ്ക്കോട്ടോ പോകാം, താഴോട്ടോ പോകാം. ഓക്കെ, മണ്ടയ്ക്കോട്ടോ പോകാം, താഴോട്ടോ പോകാം. എന്തോന്ന് അതിൻ്റെ വെലോസിറ്റി. സപ്പോസ് ഇതിപ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് താഴോട്ട് വരും. സപ്പോസ് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് മണ്ടയ്ക്കെന്ന് പറഞ്ഞ് ആ ഡയറക്ഷൻ ഇടും. ഓക്കെ, ഇതിപ്പം കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് മണ്ടയ്ക്കോട്ട് ഇങ്ങനെ നമ്മൾ ഇട്ടിട്ട് ഇതാണ് ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞ് കാണിക്കും. ഇതിൻ്റെ സപ്പോസ് ഇതിപ്പം ക്ലോക്ക് വൈസ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്തോന്ന് ഇതിനെ താഴോട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇതെന്ന് പറഞ്ഞാൽ ഇത് 90 ഡിഗ്രി. അതുപോലെ മണ്ടയ്ക്കത്തേതും 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പം അതാണ് ഇതിൻ്റെ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ശരി, ഇപ്പം എന്നാ സംഭവം എന്ന് വെച്ചാൽ ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് സ്ലൈഡർ ക്രാനും തരാം, 4 ബാർ മെക്കാനിസവും തരാം. ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് നമ്മളോട് പറയും നിങ്ങളതിൻ്റെ വെലോസിറ്റി ഇതിൻ്റെ ബിയുടെ വെലോസിറ്റി എടുക്കുക, എയുടെ വെലോസിറ്റി എടുക്കുക, അങ്ങനെ പറയും. ഒമേഗ എന്ന് പറയുമ്പം എയുടെ ഒമേഗ എന്ന് പറയത്തില്ല, ഒന്നെങ്കിൽ ബിയുടെ ഒമേഗ എന്ന് പറയും, അല്ലെങ്കിൽ OAയുടെ ഒമേഗ എന്ന് പറയും. അതാണ് ഞാൻ പറഞ്ഞത്. ഒമേഗ എന്ന് പറഞ്ഞ ഒരു ലിങ്കാണ്, ബി എന്ന് പറയുന്നത് ഒരു ജോയിന്റ് അല്ലെങ്കിൽ ഒരു പോയിന്റ് ആയിരിക്കും. അപ്പം അങ്ങനെ വെലോസിറ്റി ആൻഡ് ഒമേഗ കണ്ടുപിടിക്കാനാണ് രണ്ട് സ്ഥലത്തും ചോദിക്കുന്നത്. ഓക്കെ, വെലോസിറ്റി ആൻഡ് ഒമേഗ, ഇവിടെ അത് തന്നെ വെലോസിറ്റി ആൻഡ് ഒമേഗ. ഇനി അപ്പം അത് മാത്രം പഠിച്ചാൽ പോരെ എന്ന് വിചാരിക്കും. അപ്പം അതിന് ഫസ്റ്റ് മോഡ്യൂളിനകത്ത് 2 ഡീവിയേഷൻ ഉണ്ട്. ഒന്ന് ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ഇത് കണ്ടുപിടിക്കുക എന്ന് പറയും. ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് വെലോസിറ്റി അല്ലെങ്കിൽ ഒമേഗ കണ്ടുപിടിക്കാൻ പറയും. അതുപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ മെത്തേഡ് ഉപയോഗിച്ച് സെന്റർ അല്ലെങ്കിൽ IC എന്ന് നമ്മൾ ഡിനോട്ട് IC മെത്തേഡ് ഉപയോഗിച്ചും ഇതിനെ ഡിനോട്ട് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പം നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് സ്ലൈഡർ ക്രാങ്കും ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് 4 ബാറും വരയ്ക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് മെത്തേഡ് ഉപയോഗിച്ച് സ്ലൈഡർ ക്രാങ്കും ഇൻസ്റ്റന്റേനിയസ് മെത്തേഡ് ഉപയോഗിച്ച് 4 ബാറിലെ വെലോസിറ്റിയും ഒമേഗയും ഇത് വരയ്ക്കാൻ പഠിക്കണം. അങ്ങനെ ഈ 4 ചോദ്യം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഫസ്റ്റ് മോഡ്യൂൾ അറ്റൻഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് മോഡ്യൂൾ 1 എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. 4 ബാർ മെക്കാനിസത്തിൻ്റെ ഗ്രാഫിക്കൽ മെത്തേഡ്, യൂസിങ് ഗ്രാഫിക്കൽ മെത്തേഡ് എങ്ങനെ നമുക്ക് വെലോസിറ്റി ഒമേഗയും കണ്ടുപിടിക്കാം, അതാണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യന് തന്നിരിക്കും, 4 സൈഡ് തന്നിരിക്കാം, ആംഗിൾ തന്നിരിക്കാം, എന്നിട്ട് ഏതെങ്കിലും ഒരു വശത്തെ RPM തന്നിരിക്കാം, സ്പീഡ് ഓഫ് റൊട്ടേഷൻ തന്നിരിക്കാം, എന്നിട്ട് അതിൻ്റെ ഡയറക്ഷനും കൂടെ തന്നിരിക്കാം. ചിലപ്പോൾ ക്ലോക്ക് വൈസ് ആയിരിക്കാം, ചിലപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരിക്കാം. അപ്പം ആ ഒരു സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്. ശരി, അപ്പം അത് അത്രയും ചോദ്യത്തിൽ തന്നിരിക്കും. എന്നിട്ട് അവർ പറയും ഒന്നെങ്കിൽ സിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ CD-യുടെ ഒമേഗ എന്ന് പറയുമ്പോൾ ആംഗുലർ വെലോസിറ്റി, V എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റി. V എന്ന് പറയുന്ന സാധനം പോയിന്റ് അല്ലെങ്കിൽ ഒരു ജോയിന്റിലായിരിക്കും കാണപ്പെടുന്നത്. ഒമേഗ എന്ന് പറയുന്നത് ഒരു ലിങ്കിലാണ് അത് പറയുന്നത്. ഓക്കെ, അപ്പം BC എന്ന് പറയാം, പക്ഷേ ഒമേഗ CD-നെ പറയത്തുള്ളൂ, അതൊരു ലിങ്ക് ആയതുകൊണ്ട്. ഓക്കെ, ശരി. അപ്പം നമുക്കത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കണം. സ്കെയിൽ എടുത്താണ് കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കേണ്ടത്. അപ്പം ഞാൻ 1 സെൻറ്റിമീറ്റർ 10 mm എടുത്തു. അപ്പോൾ ഇതിനകത്ത് ഓരോ വാല്യൂവിനെ എടുത്ത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വേണം ഞാനിവിടെ വരയ്ക്കാനായിട്ട്. അപ്പം അങ്ങനെ ഞാൻ ഇത് വരച്ചതിന് ശേഷം ആംഗിൾ എടുത്തു, ഇത് കോമ്പസ് വെച്ച് വരച്ചു, ഇത് ഇത്രയും ചെയ്തു. എന്നിട്ട് ഇവിടെ ബാക്കിയെല്ലാം മാർക്ക് ചെയ്തു, ഇത്ര mm ആണെന്നുള്ളത് മാർക്ക് ചെയ്തു. ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഉണ്ട്, n=150 RPM ആണെന്ന് മാർക്ക് ചെയ്തു. പിന്നെ എപ്പോഴും ഒരു ലിങ്കിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അതിൻ്റെ വെലോസിറ്റി വരുന്നത്. ഓക്കെ, ആക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ലിങ്കിൻ്റെ പെർപെൻഡിക്കുലർ വരച്ചു. എനിക്ക് മണ്ടയ്ക്കോട്ടും വരയ്ക്കാം, താഴോട്ടും വരയ്ക്കാം. ഞാൻ താഴോട്ട് വരയ്ക്കാൻ കാരണം അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ അതിൻ്റെ ആരോ, അപ്പം അതിൻ്റെ ഡയറക്ഷൻ താഴോട്ടാണ്. അപ്പോൾ താഴോട്ട് ഇങ്ങനെ വരച്ചു 90 ഡിഗ്രി. ജസ്റ്റ് ഇത് കറക്റ്റായിട്ടാണ് മെഷർ ചെയ്താണ് വരച്ചിരിക്കുന്നത് 90 ഡിഗ്രി. ഓക്കെ, എന്നിട്ട് ഞാൻ അതിന് നെയിം കൊടുക്കണം. നെയിം ഞാൻ എവിടെ നിന്നാണോ വരച്ചത് അത്
എന്നിട്ട് അതിന്റെ മിച്ചമുള്ള അതാണ് എടുക്കേണ്ടത്. അതായത് ഈ ലിങ്കിന്റെ അല്ലേ വെലോസിറ്റി വരച്ചിരിക്കുന്നത്, ഈ ലിങ്ക് എന്ന് പറയുന്നത് എ ബി അല്ലേ, അപ്പം ബി എന്നാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പം ബി ആദ്യം എഴുതി, മിച്ചമുള്ളത് എനെ കയറ്റി രണ്ടാമത് എഴുതി. അപ്പം എ ബി എന്ന് പറഞ്ഞ ലിങ്കിന്റെ വെലോസിറ്റി ഞാൻ വരച്ചു. അതുപോലെ തന്നെ ബി സിയുടെ വെലോസിറ്റി എനിക്ക് എത്രയാന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് അതിന്റെ ഡയറക്ഷൻ വരയ്ക്കാമല്ലോ. ഈ സി വെച്ചിട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ പോരെ, മണ്ടക്കോട്ടോ താഴോട്ടോ, മണ്ടക്കോട്ടാണ് കാരണം അത് ക്ലോക്ക് വൈസ്. അതുപോലെ തന്നെ സി ഡി എന്ന് പറയുന്ന നേരത്ത് ഈ മൂന്നാമത്തെ ലിങ്കിന്റെ വന്നിട്ട് എനിക്ക് വെലോസിറ്റി വരയ്ക്കാം. എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അതിന്റെ ഡയറക്ഷൻ എനിക്ക് വരയ്ക്കാം. പെർപെൻഡിക്കുലർ എടുത്ത് വരച്ചാൽ മതി. ഞാൻ സി വെച്ച് വരച്ചു. പിന്നെ ഈ എ ഡിനെ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല, കളിക്ക് കൂട്ടത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഫിക്സഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ചൊന്നും വരയ്ക്കാത്തത്, ഇവിടെ വെച്ചാണേലും എ ബിയുടെ ഒന്നും കയറ്റി വരയ്ക്കാത്തത്. കാരണം ഇത് ഫിക്സഡ് ആണ്. അപ്പം ആ ഒരു കോൺസെപ്റ്റ് മൈൻഡിൽ വെച്ചിരിക്കുക. അപ്പൊ ഇത്രേ ഉള്ളൂ സംഭവം. അതിനുശേഷം എന്ത് ചെയ്തു, നമുക്കപ്പം n തന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ n തന്നാൽ നമുക്ക് ഒമേഗ കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഒമേഗ = 2πn/60 ആണ്. അപ്പൊ നമുക്ക് ഒമേഗ കിട്ടും. ഒമേഗ എന്ന് പറയുന്നത് ഇതല്ലേ നമ്മൾ കണ്ടുപിടിച്ചു, ഒമേഗ എന്ന് പറയുന്നത് ഒമേഗ എ ബി. അപ്പൊ ഒമേഗ എ ബി നമ്മൾ ഒമേഗ കണ്ടുപിടിച്ച എ ബി ആണ് 15.707. ഒമേഗ എ ബി ആണ് 15.707 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയത്. റേഡിയൻ പെർ സെക്കൻഡ് ആണ് അതിന്റെ യൂണിറ്റ് ഈ സൈഡിലേത്. അപ്പോൾ ഒമേഗ എ ബി അറിയാം. അപ്പം നമ്മൾ ഈ കണക്ക് ഞാൻ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ V = R ഒമേഗ എന്ന് പറഞ്ഞ ഈ ഒരു ഒറ്റ ഇക്വേഷൻ ആണ്. V = R ഒമേഗ. അപ്പം R എന്ന് പറയുന്നത് ഇതിന്റെ ഈ ലെങ്ത് ആണ്. ഓക്കെ, എപ്പോഴും ആ ലിങ്കിന്റെ ലെങ്ത് ആണ് ഇവിടെ R ആയിട്ട് എടുക്കുന്നത്. ലിങ്കിന്റെ ലെങ്ത് ആണ് R ആയിട്ട് എടുക്കുന്നത്. അപ്പം V = R ഒമേഗ. അപ്പൊ R എന്ന് പറയുന്നത് എത്ര, 30 mm എന്ന് കയറ്റി ഇട്ടേക്കല്ലേ. കാരണം വെലോസിറ്റിയുടെ യൂണിറ്റ് m/s. അപ്പൊ മീറ്ററിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ നമുക്ക് അവസാനം തലവേദന ഇല്ല. അപ്പൊ 30 mm എന്നുള്ളതിനെ ഞാൻ മീറ്ററിലേക്ക് ആക്കാൻ /1000 ചെയ്തു. അപ്പൊ 0.03 ഇൻറ്റു ഒമേഗ എ ബി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ അത് എടുത്തിട്ട് കൊടുത്തപ്പോൾ എനിക്ക് എന്തോന്ന് കിട്ടി, VBA എന്ന് പറഞ്ഞ സാധനം കിട്ടി. ഇതിന്റെ എനിക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടി, എത്രയാണെന്നുള്ളതിന്റെ കിട്ടി. ഡയറക്ഷൻ ഓൾറെഡി അറിയാം, ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ അത് എത്രയാന്നുള്ള ആ ഒരു അളവ് മാഗ്നിറ്റ്യൂഡ് എനിക്ക് വന്നിട്ട് ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടി 0.471 m/s. ഇത്രയും ഈ പറഞ്ഞ ഇത്രയും വരെയുള്ള കാര്യങ്ങൾ ആണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ മെത്തേഡ് ആണെങ്കിലും ഗ്രാഫിക്കൽ മെത്തേഡ് ആണെങ്കിലും. ഓക്കെ, ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നതാണ് മെത്തേഡ് വൈസ്. ഇനിയിപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡ് ആണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓടിപ്പോയി ഒരു വെലോസിറ്റി വെക്ടർ ഡയഗ്രാം വരയ്ക്കും. വെലോസിറ്റി വെക്ടർ ഡയഗ്രാം, അതായത് നമുക്കൊരു വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അറിയാത്തതായിട്ട് രണ്ട് വെലോസിറ്റി ഉണ്ട്. അപ്പൊ അത് നമ്മൾ വെലോസിറ്റി വെക്ടർ ഡയഗ്രാം ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് അറിയാവുന്നതിന് നമ്മൾ പ്രോപ്പറായിട്ട് വരയ്ക്കാൻ നമ്മൾ സ്കെയിൽ ചെയ്യണം. 0.471. അപ്പൊ ഞാൻ 0.1 സ്കെയിൽ എടുത്തു. അപ്പോൾ 0.471നെ 0.1 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യണം. എപ്പോഴും നമ്മൾ സ്കെയിലിനെ ഡിവൈഡ് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. വരച്ചിട്ട് നമ്മൾ തിരിച്ചളക്കുന്നതിനെ തിരിച്ച് ഇൻറ്റു ചെയ്ത് കൺവേർട്ട് ചെയ്യണം. 5th മൊഡ്യൂളിൽ പറഞ്ഞ പോലെ തന്നെ. ശരി, അപ്പം സ്കെയിൽ ചെയ്തു, അത്രയും സംഭവം. ഇനിയിപ്പോൾ അടുത്ത് ഇവിടെ ഇങ്ങോട്ട് വരയ്ക്കണം. ഇതിപ്പോൾ എങ്ങനെ വരയ്ക്കാം, എപ്പോഴും നമ്മൾ ABCD ഉണ്ടല്ലോ 4 പേര്, അതിൻ്റെ അകത്ത് AD എന്നുള്ളത് ഫിക്സഡ് ആണ്. അപ്പോൾ AD എന്നുള്ള ഫിക്സഡിനെ നമ്മൾ ഒറ്റ ഡോട്ടായിട്ട് എടുക്കും. അങ്ങനെ എടുത്ത ഡോട്ടാണ് ഇത് AD. ഓക്കെ, AD എന്ന് പറഞ്ഞ ഒറ്റ ഡോട്ട് എടുത്തു. ഇനി ഒറ്റ ഡോട്ട് എടുത്തിട്ട് നമ്മൾ ഇതിനെ നമുക്ക് അറിയാവുന്നത് ഏതാണ്, VBAയുടെ ഡയറക്ഷൻ ഇത്. അപ്പം നമ്മൾ ഇതിനെ ഇങ്ങനെ പാരലൽ എടുത്ത് കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കും. അല്ല, ഇപ്പം നമ്മൾ എവിടെ നിന്ന് വരയ്ക്കും എന്ന് പറഞ്ഞ് നമുക്ക് തോന്നാം. കാരണം BA എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് B ഉണ്ടോ, A ഉണ്ടോ? A ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് വരയ്ക്കാം. അങ്ങനെയാണ് ഇവിടെ നിന്ന് ഇത് താഴോട്ട് വരച്ചത്. താഴോട്ട് വരയ്ക്കാൻ കാരണം അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ക്ലോക്ക് വൈസ് അല്ലേ. അങ്ങനെയാണ് ഇങ്ങോട്ട് വരച്ചത്. ഓക്കെ, അപ്പോൾ ഈ B എന്ന് പറഞ്ഞത് കിട്ടി, കാരണം നമ്മൾ മെഷർ ചെയ്താൽ വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഇത്രയും കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് 2 എണ്ണം വരയ്ക്കണം. എന്തൊക്കെയാ, CBയും CDയും. CB എങ്ങനെ വരയ്ക്കാം, ഇതിനകത്ത് C ഉണ്ടോ, ഇതിനകത്ത് B ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് വരയ്ക്കാൻ പറ്റത്തില്ല. ഇവിടെ C ഉണ്ടോ, B ഉണ്ടോ? ഇവിടെ B ഉണ്ട്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു, ലൈൻ ഓഫ് ആക്ഷൻ കൊണ്ടു മണ്ടക്കോട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എവിടെയോ C ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് CD. ഇതിനകത്ത് C ഉണ്ടോ, D ഉണ്ടോ? ഉണ്ട്. ഇവിടെ B മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്നാണ് അടുത്തത് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു, ഇങ്ങനെ വരച്ചു. അപ്പോൾ ഈ തമ്മിൽ കൂട്ടിമുട്ടുന്നതാണ് എന്തോന്ന്, C. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് കിട്ടി, വെലോസിറ്റി കിട്ടി. അപ്പോൾ ഇത് നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ മെഷർ ചെയ്തിട്ട് കൺവേർട്ട് ചെയ്ത് എടുക്കണം. അതുപോലെ തന്നെ ഇതിനെ മെഷർ ചെയ്തിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എടുക്കണം. മെഷർ ചെയ്തപ്പോൾ 3.5 cm × 0.1 സ്കെയിലുമായിട്ട് ഇൻറ്റു ചെയ്തു.
ഇതിനെ മെഷർ ചെയ്തു 2.3 സെൻറ്റിമീറ്റർ സ്കെയിലുമായിട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെ എനിക്ക് വാല്യൂസ് കിട്ടി. അപ്പം ഇതിനെ വെച്ചിട്ട് ഞാൻ എന്തോന്ന് ചെയ്യും, എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് കണ്ടുപിടിക്കും. എനിക്ക് എല്ലാ ഒമേഗയും വേണമെങ്കിൽ കണ്ടുപിടിക്കാം. എ ബി നമുക്ക് അറിയാം, ബി സി വേണോ കണ്ടുപിടിക്കണോ? അപ്പം എന്തോന്ന് എടുക്കുക, ബി. അപ്പോഴേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ബി സിയുടെ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാം ബി സി ഇട്ട് കൊടുക്കുക. ബി സിക്കൽ ആർ ഒമേഗ അല്ലേ, താഴെ ബി ബി സി ഇസിക്കൽ ആർ ബി സി ഇൻറ്റു ഒമേഗ ബി സി എന്ന് പറഞ്ഞു കൊടുക്കുക. ആർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആ ലെങ്ത് ആണെന്ന് പറഞ്ഞു. അപ്പോൾ 50 കൺവേർട്ട് ചെയ്തെടുക്കുമ്പോൾ 0.05 എന്നിട്ട് ഇൻറ്റു ഒമേഗ ബി സി അതാണ് അറിയേണ്ടത്. പിന്നെ ബി ബി സി അത് നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചു 0.23 അത് ഇട്ട് കൊടുക്കുക. ഒമേഗ ബി സി എന്ന് പറയുന്നത് കിട്ടി, റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അതുപോലെ ഇനിയിപ്പോൾ നമുക്ക് സി ഡിയുടെ ആണോ കണ്ടുപിടിക്കേണ്ടത്, എല്ലാം സി ഡി ഇട്ട് കൊടുക്കുക. ബി സി ഡി സിക്കൽ ആർ സി ഡി ഇൻറ്റു ഒമേഗ സി ഡി. അപ്പം ബി സി ഡി നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചു, അത് ഇട്ട് കൊടുക്കുക. ആർ സി ഡി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത് അത് ഇട്ട് കൊടുക്കുക. ഒമേഗ സി ഡി നമുക്ക് അതിൽ നിന്ന് കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ ഓരോ ഇതിന്റെ വെലോസിറ്റി നമുക്ക് ഇവിടെ ഈ വെലോസിറ്റി ഡയഗ്രാമിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ബി സിയുടെ ചോദിക്കുവാണെങ്കിൽ 0.35 മീറ്റർ പെർ സെക്കൻഡ്, എയുടെ ചോദിക്കുവാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ബിന്റെ ചോദിക്കുവാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. എന്റെ ചോദിക്കത്തില്ല, അത് ഫിക്സഡ് ആണ്. ബിന്റെ ചോദിക്കുവാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. സിന്റെ ചോദിക്കുവാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ വരും. പിന്നെ വേറൊരു കാര്യം കൂടെ, എന്തിനാണ് ഇതിൻ്റെ അകത്ത് ഡയറക്ഷൻ ഇടുന്നത്? ഇതിൻ്റെ അകത്ത് ഡയറക്ഷൻ ഇടുന്നത്, ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഡയറക്ഷൻ ഇടുന്നതെന്ന് വെച്ചാൽ ഈ ബി ബി എന്ന് പറഞ്ഞ് എഴുതിയിട്ടില്ലേ, അങ്ങനെ പറഞ്ഞാൽ അത് എ ടു ബി ആണ്. ഇപ്പൊ ബി എ ബി എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുകയാണെങ്കിൽ അത് ബി ടു എ ആണ്. രണ്ടാമത്തേൽ നിന്ന് ഒന്നാമത്തേലേക്കുള്ള അങ്ങോട്ടേക്കാണ് ഡയറക്ഷൻ എന്ന് വിചാരിക്കുക. ഓക്കെ, എ ടു ബി. അതുപോലെ ബി എ ബി എന്ന് എഴുതുവാണെങ്കിൽ ബി ടു എ. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ ബി ബി എന്ന് എഴുതിയിരിക്കുന്നത്, അപ്പൊ എന്ന് ബിയിലേക്ക് താഴോട്ടാരോ. ബി സി ബി, സി ബി എന്ന് പറയുമ്പോൾ ബി ടു സി, ബിന്ന് സിയിലേക്കാണ്. അപ്പൊ അങ്ങനെ മണ്ടയ്ക്കോട്ടാരോ. ബി സി ഡി, സി ഡി എന്ന് പറയുമ്പോൾ ഡിന്ന് സിയിലേക്ക്, അപ്പൊ ഇങ്ങോട്ടേക്കാണ്. അങ്ങനെയാണ് ഈ ആരോ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ്, ഇത്രേ ഉള്ളൂ ഗ്രാഫിക്കൽ മെത്തേഡ്, 4 ബാറിന്റെ ഗ്രാഫിക്കൽ മെത്തേഡ്. ഇനിയിപ്പോ സ്ലൈഡർ ട്രാങ്ങിന്റെ ഗ്രാഫിക്കൽ മെത്തേഡ് കൂടെ ഉണ്ട്. അതുകൂടെ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത് കഴിയും. അതിനുശേഷം ഇൻസ്റ്റന്റേനിയസ് സെൻട്രൽ മെത്തേഡിന്റെ 2 ചോദ്യവും കൂടെ, 4 ബാർ സ്ലൈഡർ ട്രാങ്, അതുകൂടെ കഴിയുമ്പോൾ ഫുൾ മോഡൽ ഫണ്ടിന്റെ പ്രോബ്ലം സെറ്റാണ്. അപ്പൊ അത്രേ ഉള്ളൂ ഇത്. ഓക്കെ, ഞാൻ ഒന്നും കൂടെ ഓടിച്ച് പറയാം. അതായത് സ്ലൈഡർ ക്രാങ്ക് ഗ്രാഫിക്കൽ മെത്തഡ് ഉപയോഗിച്ച് വെലോസിറ്റി അല്ലെങ്കിൽ ഒമേഗ കണ്ടുപിടിക്കുന്ന ഒരു സംഭവമാണ്. എങ്ങനെയാണ്? അപ്പം നമ്മൾ സാധാരണ നോർമലി വരയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ കോൺഫിഗറേഷൻ ഡയഗ്രാം എടുത്ത് വരയ്ക്കുന്നു. ഏതെങ്കിലും ഒരു സൈഡിൽ റൊട്ടേഷൻ്റെ സ്പീഡ് തന്നിരിക്കും, n=200. അപ്പം ഒന്നെങ്കിൽ എന്നെന്ന് തന്നെ തന്നിരിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഒമേഗ എന്ന് പറഞ്ഞത്. ഡയറക്റ്റ് ഒമേഗ ആണെങ്കിൽ അതിന് ഡയറക്റ്റ് ഒമേഗ ആയിട്ട് എടുക്കുക. എന്നാ തന്നിരുന്നെങ്കിൽ ഒമേഗ 2πn/60 ആണ്. അങ്ങനെ ആ ലിങ്കിൻ്റെ ഒമേഗ കണ്ടുപിടിക്കുക. ആ ലിങ്കിൻ്റെ ഒമേഗ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു ലിങ്കിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അതിൻ്റെ വെലോസിറ്റി ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ലിങ്കിനെ 90 ഡിഗ്രി വെച്ചിട്ട് എടുക്കുക. ഫിക്സഡ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. ഫിക്സഡിൻ്റെ അകത്തൊന്നും ആ സംഭവമേ വരത്തില്ല. അപ്പം ഇപ്പുറം വെച്ചിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോഴത്തേക്കും ക്ലോക്ക് വൈസ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കൊടുക്കുക. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഡയറക്ഷൻ അറിയാത്ത ഒരു കേസാണെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തിട്ടിരിക്കുക. എനിവേ ഇതിൻ്റെ ഡയറക്ഷൻ അറിയാം, ഇവിടെ ക്ലോക്ക് വൈസ് തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് റൈറ്റിലേക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ വരും. അപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ 90 ഡിഗ്രി എടുത്ത് ഇത് വരച്ചു വെക്കുക. ഇതിൻ്റെ ഡയറക്ഷൻ 90 ഡിഗ്രി എടുത്ത് ഇത് വരച്ചു വെക്കുക. എ ബിക്ക് പെർപെൻഡിക്കുലർ, ബി ഒക്ക് പെർപെൻഡിക്കുലർ. അതായത് സ്ലൈഡർ ക്രാങ്കിൻ്റെ കേസിൽ ഇവിടെ ഒരു സംഭവമുണ്ട്, ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്. അപ്പോൾ ആ ലിങ്കിന് എപ്പോഴും പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ ലൈൻ ഓഫ് ആക്ഷൻ തന്നെ ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ഇത് തന്നെ ആയിരിക്കും, ഈ ഒരു ലൈൻ ഓഫ് ആക്ഷൻ തന്നെ ആയിരിക്കും. അങ്ങനെ അപ്പം അതങ്ങനെ ആയിരിക്കും. അപ്പം നമ്മളിതിനെ നെയിമിങ് കൊടുക്കുന്നു, ബി എ ഒ, എ ബി, ബി ഒ. എ ഒ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ നെയിം കൊടുത്തത്? നമ്മൾ എ എന്നാണ് വരയ്ക്കുന്നത്. അപ്പം എ ഒയുടെ ലിങ്കിന് പെർപെൻഡിക്കുലറായിട്ട് എ എന്ന് വരയ്ക്കുന്നത്. അതുകൊണ്ട് എ ആദ്യം എഴുതി, മിച്ചം വരുന്ന ഒ രണ്ടാമത് എഴുതി. ഇപ്പോൾ എ ബിയുടെ ആയത് ബി എ എന്ന് എഴുതി, മിച്ചം വരുന്ന ബി രണ്ടാമത് എഴുതി. ബി ബി ഒ, ബി എന്നാണ് വരയ്ക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ഒ. ആ ഒരു ഫോമിലാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, നെയിമിങ് കൊടുത്തത്. ഇനിയിപ്പം അതിനുശേഷം ഒമേഗ നമ്മൾ വെലോസിറ്റി വരെ കണ്ടുപിടിച്ച് v=r ഒമേഗ വെച്ചിട്ട് നമ്മൾ വെലോസിറ്റിയും കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്തോന്ന് ഇനിയാണ് ഇതുവരെ ഉള്ളതാണ് നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡാണ്, ഇൻസ്റ്റന്റേനിയസ് മെത്തേഡാണല്ലോ, ഒരുപോലെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വെലോസിറ്റി വെക്ടർ ഡയഗ്രാം ഗ്രാഫിക്കൽ മെത്തേഡ് വഴി ചെയ്യണമെങ്കിൽ വെലോസിറ്റി വെക്ടർ ഡയഗ്രാം വരയ്ക്കുക. നമുക്ക് ഒരു വെലോസിറ്റി അറിയാം, അതിന് നമ്മൾ കറക്റ്റായിട്ട് സ്കെയിൽ എടുത്ത് നമ്മൾ വരച്ചു. എങ്ങനെയാണ്? ഫിക്സഡ് ആയിട്ടുള്ളതിന് ആദ്യം ഒരു പോയിൻ്റായിട്ട് എടുക്കുക, O എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു. അവിടെ നിന്ന് എന്തോന്ന് ചെയ്തു?
അത് അവിടെ നിന്ന് ഞാൻ VAO എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ പാരലിൽ വെച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂവിനെ ഞാൻ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്കൊരു വാല്യൂ കിട്ടി. അതെടുത്ത് ഞാനിവിടെ വരച്ചതിന് ശേഷം ഇതിനെ A എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. ഇനിയിപ്പോൾ അടുത്ത പേര് ഏതാ? VAB. AB എന്ന് പറയുമ്പോൾ ഇതിനകത്ത് A ഉണ്ടോ B ഉണ്ടോ നോക്കുക. ഇവിടെ A ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വരച്ചു. എങ്ങോട്ടാണെന്ന് അറിയത്തില്ല, മണ്ടക്കോട്ടാണോ താഴോട്ടാണോ എന്ന് അറിയത്തില്ല. അപ്പം ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു. അതുപോലെ തന്നെ അടുത്തത് BO എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ പാരൽ എടുക്കേണ്ട ലൈൻ. അപ്പോൾ അതെടുത്ത് ഞാൻ ഇവിടെ വെച്ചു. എവിടെയാണ് വെക്കേണ്ടത്? ഇവിടെ വെക്കണോ? BO ആണ്. O ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതും കൂടെ കൂട്ടിമുട്ടുന്നതാണ് B. അങ്ങനെ B എടുത്തു. B എന്ന് പറഞ്ഞ ഇത് കിട്ടി. എന്നിട്ട് ഇനിയിപ്പോൾ ഇത് മെഷർ ചെയ്ത് എഴുതാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, മെഷർ ചെയ്യുന്നത് കിട്ടുന്നത് സെൻറ്റിമീറ്ററിലാണ്. അത് തിരിച്ച് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കെയിൽ കൊണ്ട് ഗുണിക്കണം, ഇൻറ്റു ചെയ്യണം. അങ്ങനെ ചെയ്ത് എഴുതി. അതുപോലെ ഇതും ചെയ്ത് എഴുതി. അതിനുശേഷം അടുത്ത ഇക്വേഷൻ V = R⍵. എപ്പോഴും ഈ ഒരു ഇക്വേഷനാണ് ഉള്ളത്. അപ്പം നമുക്കിപ്പം ω⍵AB ആണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നതിൻ്റെ AB ആണ്. അപ്പോൾ ω⍵AB കണ്ടുപിടിക്കണം. മൊത്തം AB വെച്ച് നോക്കുക. VAB എന്ന് പറയുന്നത് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. RAB എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്, ഇതിൻ്റെ ഡിസ്റ്റൻസ് ആണ്. അത് 50 mm. അത് നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് എടുത്തിരിക്കുന്നു. ഇൻറ്റു ω⍵AB. അങ്ങനെ നമുക്ക് ω⍵AB കണ്ടുപിടിക്കും. വെലോസിറ്റി ഓഫ് പിസ്റ്റണിൻ്റെ ഉത്തരം എന്തോന്നാണ് ഇതിനകത്ത്? വെലോസിറ്റി ഓഫ് പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഇതല്ലേ പിസ്റ്റൺ. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തോന്നാണ്? VBO. അപ്പം ആ VBO എന്ന് പറയുന്ന 1.16 m/s ഇല്ലേ, അതാണ് വെലോസിറ്റി ഓഫ് പിസ്റ്റൺ. ഓക്കെ. അപ്പം ഗ്രാഫിക്കൽ മെത്തേഡ് സ്ലൈഡർ ക്രാങ്കിൻ്റെ ഇത്, അതുപോലെ തന്നെ 4 ബാറിൻ്റെ ഇത്. ഇത്രേ ഉള്ളൂ. സ്ലൈഡർ ക്രാങ്കിനാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 4 ബാറിൻ്റെ ആണെങ്കിൽ അങ്ങനെ. സ്ലൈഡർ ക്രാങ്ക് വരാൻ നേരത്തെ ഇവിടെ ഒരു ഇതുണ്ടെന്ന് വിചാരിച്ചിട്ട് എടുക്കുക. ഇവിടുത്തെ കേസിൽ ഇത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ലൈൻ ഓഫ് ആക്ഷൻ ഇത് തന്നെ വരും. ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ തന്നെ ആയിരിക്കും എന്തോന്ന് VBയോടെ ആ ഒരു ലൈൻ. അപ്പം ആ ഒരു രീതിയിൽ പഠിക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഭൂമിയിൽ ഇപ്പോൾ നമ്മളിവിടെ ആയിട്ട് ഇപ്പോൾ നിൽക്കുവാണ്. ഓക്കെ. അപ്പം ഈ ഭൂമി നമ്മൾ നോക്കാൻ നേരത്ത് നമ്മളിവിടെ നിന്ന് നിരത്തുന്ന റോഡ് ഭയങ്കര ഗ്രൗണ്ടായിട്ട് അങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ഭൂമിക്ക് നടുക്കായിട്ട് പോയി നിന്ന് നോക്കുവാണെങ്കിൽ ഇത് ആക്ച്വലി ഇത് എന്തോന്നാണ്? ഒരു സർക്കിളാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം. ഓക്കെ, അതായത് 4 ബാർ മെക്കാനിസത്തിൽ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ഉപയോഗിച്ച് വെലോസിറ്റി ആൻഡ് ഒമേഗ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഒന്ന് ഷോർട്ട് ഞാനൊന്ന് ഓടിച്ചു വിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു റഫ് ഫിഗർ തന്നിരിക്കും. ഇതായിരിക്കും റഫ് ഫിഗർ. അതിന് നമ്മൾ കോൺഫിഗറേഷൻ ഡയഗ്രാം എന്ന് പറഞ്ഞ് എഴുതുക. സ്കെയിൽ എത്രയാണോ 1 cm 10 mm എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ വാല്യൂസ് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ഞാൻ വരച്ചു. ഓക്കെ, ഇതിങ്ങനെ വരച്ചു. കോൺഫിഗറേഷൻ ഡയഗ്രാം സെറ്റായിട്ട് വരച്ചു, സാധാരണ നമ്മൾ വരയ്ക്കുന്ന പോലെ. അതിൻ്റെ അകത്ത് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അത് ജസ്റ്റ് അളവ് മെഷർമെൻ്റ് എടുത്ത് ഈ ഒരു ക്വാഡ്രിലാറ്ററൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ABCD എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. അത്രേ ഉള്ളൂ. അതിനുശേഷം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ഉപയോഗിച്ചല്ലേ നമ്മൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് നമ്പർ ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ, അതാണ് ഫസ്റ്റ് ഇത്. ഇപ്പോൾ N × N-1/2 അതാണ് ഇക്വേഷൻ. N എത്രയാണ്? 1 2 3 4. 1 2 3 4. ഓക്കെ. ഇതൊരു ലിങ്ക്, അങ്ങനെ 1 2 3 4. അപ്പം 4 N എന്ന് പറയുന്നത് 4. അപ്പോൾ 4 × 4 - 1/2 ചെയ്യുന്നു. അപ്പോഴത്തേനും നമുക്ക് 6 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം 6 ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ആണ് ഉള്ളത്. ഓക്കെ, നമുക്ക് കിട്ടിയതോ I12 23 34 I14. അപ്പോൾ ഇതല്ലാതെ ഇനി 2 എണ്ണം കൂടെ ഉണ്ട്. അപ്പം നെയിമിങ് ചെയ്തു. നെയിമിങ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ. അപ്പോൾ 1 2 3 4 എന്ന് കൊടുത്തിട്ട് 1 2 എന്നിട്ട് 2 3 3 4 അങ്ങനെ കൊടുത്തു. അങ്ങനെ 1 3 2 4 അങ്ങനെ 1 3 2 4 കൊടുത്തിട്ട് 1 4 അങ്ങനെ കൊടുത്തു. അപ്പോൾ 1 2 3 4 5 6 എണ്ണം ആയി. ഇതിനകത്ത് I12 എന്നുള്ളത് നമുക്കറിയാം, I23 എന്നുള്ളത് നമുക്കറിയാം, I34 എന്നുള്ളത് അറിയാം, I14 എന്നുള്ളത് അറിയാം. I13 I24 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണെന്ന് ചെയ്തു? 2 സർക്കിൾ ഇങ്ങനെ വരച്ചു. 1 3 കൂടെ ജോയിൻ ചെയ്തു. 1 3 കൂടെ ജോയിൻ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് 2 ഇത് കിട്ടി. ഓക്കെ. അപ്പോൾ I12 ആൻഡ് I23 ആൻഡ് I23 ചെയ്യാൻ നേരത്ത് I12 ഇതാണ്, I23 ഇതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി വരച്ചു. അപ്പോൾ അതിവിടെ ഇതിലേക്കൂടെ ഇങ്ങനെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെ പോകും. അതിനുശേഷം എന്താണ്? അതിനുശേഷം ഈ സർക്കിൾ കൺസിഡർ ചെയ്യുക. അപ്പം 1 1 4 4 3. 1 4 എന്ന് പറയുന്നത് ഇതാണ്, 3 4 എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതും കൂടെ ഇങ്ങനെ കൂട്ടിമറിക്കുന്നത് ഇത് ഇവിടെയാണ് പോയിന്റ്. അപ്പോൾ ഈ പോയിന്റാണ് എന്തോന്ന് I13 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ അങ്ങനെ നമ്മളത് കണ്ടുപിടിച്ചു. അതിനുശേഷം 2 4 എന്ന് പറയുന്നത് 2 നും 4 കൂടെ ജോയിൻ ചെയ്ത് അടുത്ത ഇത്
അപ്പോഴത്തേക്കും 1-2 1-4 1-2 എന്ത് ചെയ്യും, ഇത് 1-4 എന്ത് ചെയ്ത്, അപ്പോൾ ഇതാണ് എക്സ്റ്റെൻഡ് ചെയ്തു, ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ 4-3 2-3, അതായത് 3-4 2-3 3-4 ഇതും കൂടെ ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്തു. അപ്പം ഇത് ഇവിടെ ആയിട്ട് മുട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ മുട്ടാതിരിക്കത്തില്ല. അങ്ങനത്തെ ഒരു ചോദ്യമായിരിക്കും തരുന്നത്. ഷുവറായിട്ട് അതങ്ങനെ മുട്ടും. അതിപ്പം നമ്മൾ ഒരു അങ്ങനെ വാല്യൂ എടുത്തതുകൊണ്ടാണ് അതങ്ങനെ ഒരു ഇതായി പോയത്. സപ്പോസ് ഇത് ശകലം കൂടെ കുറച്ചും കൂടെ ഇപ്പോൾ ഒരു 30 mm, പിന്നെ അടുത്തത് ഒരു 35 3.5 cm ആണെങ്കിലും ഇത് ചിലപ്പോൾ ഇവിടെ മുട്ടിയാനെ. ഓക്കെ, എനിവേ അപ്പം അതങ്ങനെ കണ്ടാവും. അപ്പോൾ ഇത് ഇവിടെ ആയിട്ടാണ് അത് ജോയിൻ ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ I24 കിട്ടി. ഓക്കെ, I13 കിട്ടി, I24 കിട്ടി. ഇനി എന്താണ്, ഇനിയിപ്പം നമ്മൾ ചെയ്തത് എന്താ, നമുക്ക് എന്തോന്ന് തന്നിട്ടുണ്ട്, ഒരു സൈഡിലെ RPM തന്നിട്ടുണ്ട്, ക്ലോക്ക് ബേസിൽ അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒമേഗ 2πn/60 ചെയ്തു. അപ്പം നമുക്ക് എന്തോന്ന് കിട്ടി, ആ ലിങ്കിൻ്റെ ഒമേഗ AB കിട്ടി. അപ്പം V = R ഒമേഗ അല്ലേ, ഒമേഗ അറിയാം, ഇതിൻ്റെ ഈ ലെങ്ത്തും അറിയാം. അത് വെച്ചിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കത്തില്ലേ, വെലോസിറ്റി ഓഫ് VBയും കിട്ടി, VB ഒമേഗ ABയും കിട്ടി. ഓക്കെ, ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഒമേഗ കിട്ടും. ആദ്യം നമുക്ക് എന്തോന്ന് കിട്ടും, ആദ്യം ഒമേഗ കിട്ടും, ഒമേഗ AB. ശ്രദ്ധിച്ചോണേ, ആദ്യം നമുക്ക് ഒമേഗ AB കിട്ടും. ആദ്യം ഒമേഗ AB കിട്ടി. ഇനിയിപ്പോൾ ഈ B എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തോന്നുണ്ട്, B എന്ന് പറഞ്ഞ സ്ഥലത്ത് വെലോസിറ്റി B ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തോന്ന് കിട്ടും, VB നമ്മൾ കണ്ടുപിടിക്കും. എങ്ങനെ, V = R ഒമേഗ അല്ലേ, ഒമേഗ നമുക്കറിയാം, അത് ഇട്ട് കൊടുക്കുമ്പോൾ എന്തോന്ന് പറ്റും, R നമുക്കറിയാം, ഇവിടുത്തെ ദൂരം കിട്ടാൻ എന്തോന്ന് കിട്ടും, വെലോസിറ്റി. അപ്പോൾ VB കിട്ടും. അപ്പോൾ VB കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ VB കഴിഞ്ഞിട്ട് അടുത്തത് ഇനി എങ്ങോട്ട് എന്തോന്നാണ് ഉള്ളത്, BC എന്ന് പറയുന്നത് അടുത്തത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തോന്ന് കിട്ടും, ഒമേഗ BC കിട്ടും. ഒമേഗ BC കഴിഞ്ഞിട്ട് അടുത്തത് ഇവിടെ എന്തോന്നുണ്ട്, ഇവിടെ എന്തോന്നുണ്ട്, അടുത്ത വെലോസിറ്റി ഉണ്ട്, വെലോസിറ്റി C. ഓക്കെ, അത് BC എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ട്, അതിനുശേഷം ഇങ്ങോട്ട് താഴേക്ക് എന്തോന്നാണ്, അതിനുശേഷം പിന്നെയും എന്തോന്നാണ്, ഒമേഗ CD. ഓക്കെ, അതിനുശേഷം ഇതും കൂടെ ഫിക്സഡ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ ബാലൻസ് ഒന്നും കാണത്തില്ല, ഇത്ര തന്നെ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാണ് ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇതെടുക്കുവാണെങ്കിൽ ഇതിൽ എന്തോന്നുണ്ട്, ആദ്യം നമുക്ക് ഈ സൈഡിൻ്റെ അകത്ത് ഒമേഗ AB കിട്ടും. ഇതിൻ്റെ അകത്തുനിന്ന് ഒമേഗ AB കിട്ടും. ഒമേഗ AB നമുക്ക് ആദ്യം കിട്ടും. ഓക്കെ, ഒമേഗ AB ആദ്യം കിട്ടും. അതിനുശേഷം നമ്മൾ ഒമേഗ AB വെച്ചിട്ട് എന്തോന്ന് കണ്ടുപിടിക്കും, B എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കും. ഇനി B കണ്ടുപിടിച്ചതിന് ശേഷം VB വെച്ചിട്ട് എന്തോന്ന് കണ്ടുപിടിക്കും, അടുത്തത് ഒമേഗ BC കണ്ടുപിടിക്കും. ഒമേഗ BC കണ്ടുപിടിച്ചതിന് ശേഷം അടുത്ത എന്തോന്ന് കണ്ടുപിടിക്കും, നാലാമത്തത് VC കണ്ടുപിടിക്കും. VC കണ്ടുപിടിച്ചതിന് ശേഷം അടുത്ത എന്തോന്ന് കണ്ടുപിടിക്കും, ഒമേഗ CD കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഇവിടം വരെ കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ അടുത്തതാണെങ്കിൽ എന്തോന്ന്, VD വന്നേനെ, D കഴിഞ്ഞിട്ട് AD വന്നേനെ, അങ്ങനെ പറഞ്ഞു പോകാൻ. ഇതിപ്പോൾ ഇത് AD ഫിക്സഡ് ആയതുകൊണ്ട് വെലോസിറ്റി ഓഫ് A ഇല്ല. അല്ല, ഇവിടെ നിന്നാണെങ്കിൽ ഇപ്പോൾ എന്തോന്ന്, ആദ്യം വെലോസിറ്റി ഓഫ് D വന്നേനെ, ഇതിൻ്റെ ബാക്കി വെലോസിറ്റി ഓഫ് D വന്നേനെ. അപ്പോൾ നമ്മൾ D അപ്പോൾ അങ്ങനെ പറ്റത്തില്ല. അതിനുശേഷം ഒമേഗ AD ആയേനെ, AD വന്നേനെ. അപ്പോൾ AD ഇല്ല. പിന്നെ അതിനുശേഷം VA ആയേനെ, VA അതും ഇല്ല. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സംഭവം. ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങും, ഒരു ലിങ്കിൽ നിന്ന് തുടങ്ങും. ആ ലിങ്കിൽ നിന്ന് തുടങ്ങി തൊട്ടപ്പുറത്തുള്ള പോയിന്റിലുള്ള വെലോസിറ്റി B, അതിനുശേഷം അടുത്ത ലിങ്ക് ആയിട്ടുള്ള ഒമേഗ, പിന്നെ B, പിന്നെ ഒമേഗ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതാണ് ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒമേഗ AB കിട്ടിയത് വെച്ച് നമ്മൾ VB കണ്ടുപിടിക്കുന്നു. VB കിട്ടിയത് വെച്ച് ഒമേഗ BC കണ്ടുപിടിക്കുന്നു. BC കിട്ടിയത് വെച്ച് ഒമേഗ CD കണ്ടുപിടിക്കുന്നു. അങ്ങനെ കണ്ടുപിടിച്ച് പോകുന്നു. ലാസ്റ്റ് ബാക്കിയുള്ളത് ഈ താഴെ ഭാഗത്തേക്കുള്ളതിലേക്ക് വരാത്തതിന് കാരണം ഇത് ഫിക്സഡ് ആയതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരാത്തത്. ബാക്കിയെല്ലാം കണ്ടുപിടിച്ചതിൻ്റെ കാര്യം അതാണ്. മറ്റേ കേസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഏത് ഗ്രാഫിക്കൽ മെത്തേഡിലാണെങ്കിലും. ഓക്കെ, അപ്പം VB കണ്ടുപിടിച്ചു. ഇനി VB കഴിഞ്ഞിട്ട് അടുത്ത ഈ VB വെച്ചിട്ട് നമ്മൾ എന്തോന്ന് കണ്ടുപിടിക്കും, ഒമേഗ BC. VB = R ഒമേഗ BC. അതിങ്ങനെ പോയാൽ മതി. അപ്പോഴത്തേക്ക് മനസ്സിലാവും. ഒമേഗ BC വെക്കാൻ നേരത്ത് ഒമേഗ BC കിട്ടും. ഒമേഗ BC കിട്ടിയതിന് ശേഷം അടുത്തത് VC = I13C × ഒമേഗ BC എന്ന് പറഞ്ഞ് എടുത്തിട്ട് അങ്ങനെ നമ്മൾ കൊടുത്തു. അങ്ങനെ ഇക്വേഷൻ വെച്ച് ഒരു വാല്യൂ അളന്ന് എടുത്തെടുത്തെടുത്ത് ഇനിയിപ്പം ഈ I13B എന്ന് പറയുന്നത് അളക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മെഷർ ചെയ്യുക സ്കെയിലും കൊണ്ട്, എന്നിട്ട് ഇൻറ്റു ഇത് ചെയ്യുക. അപ്പോഴത്തേക്ക് എന്തോന്നാകും, അത് mm-ലേക്കാവും. എന്നിട്ട് നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുക. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 5.6 cm ആണ് എനിക്ക് അളന്നപ്പോൾ കിട്ടിയത്. ഇൻറ്റു ഞാൻ സ്കെയിൽ ചെയ്തു.
× 10. അപ്പോൾ എനിക്ക് 56 mm എന്ന് കിട്ടി. അതിന് ഞാൻ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ 0.056 എന്ന് പറഞ്ഞ് കിട്ടി. എന്നിട്ടാണ് ഞാൻ ω/BC ആയിട്ട് ഗുണിച്ചത്. അങ്ങനെയാണ് എനിക്ക് ആ ഒരു വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കൺവേർട്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പും കൂടെ ഒന്ന് മനസ്സിലാക്കിക്കോണം. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പം അവർ ചോദിച്ചിരിക്കുന്ന ω/CD നമുക്ക് അങ്ങനെ കിട്ടും. അതുപോലെ BC യും നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു സൈഡ് ഒരു അറ്റത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ കറങ്ങി വരാൻ നേരത്ത് കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് ഫോർബാർ മെക്കാനിസം. നമുക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇതിങ്ങനെയാണ് ഡയമെൻഷൻസ്. ആംഗിൾ ഇന്നർ ഡെഡ് സെൻറ്ററിൽ IDC 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുക്കണം, അകത്തേത് എടുക്കണം. ആർക്കും ഇത്രയാണ് ക്ലോക്ക്വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കോൺഫിഗറേഷൻ ഡയഗ്രാം എഴുതുക, സ്കെയിൽ എടുക്കുക, സ്കെയിൽ എടുത്തതിന് ശേഷം വരയ്ക്കുക, വരച്ചതിന് ശേഷം ലിങ്ക് മാർക്ക് ചെയ്യുക. 1 2 3 4 ലിങ്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താ എഴുതുക? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്പർ ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ കണ്ടുപിടിക്കുന്നത്. n × n-1/2. എത്ര 4 ലിങ്ക് ഉണ്ട്. അപ്പോൾ 4 ഇട്ട് കൊടുക്കാൻ നേരത്ത് n ന് 4 ഇട്ട് കൊടുക്കാൻ നേരത്ത് 6 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നെയിമിങ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ. അപ്പോൾ 1 2 3 4 ഇട്ടിട്ട് നമ്മൾ നെയിം ചെയ്യാൻ നേരത്ത് നമുക്ക് 6 എണ്ണത്തിൻ്റെ നെയിമിങ് കിട്ടും. ഓക്കെ, 6 എണ്ണത്തിൻ്റെ നെയിമിനകത്ത് നമുക്ക് 1 2 നമ്മളിവിടെ മാർക്ക് ചെയ്തു, 2 3 മാർക്ക് ചെയ്തു, 3 4 മാർക്ക് ചെയ്തു, 1 4 മാർക്ക് ചെയ്തു. ഇനി അറിയാത്തത് 1 3 1 3 2 4 ആണ് അറിയാത്തത്. അത് നമ്മൾ 2 സർക്കിൾ ഉപയോഗിച്ച് നമ്മൾ അത് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതായത് ആ 2 പോയിന്റ് എടുത്തിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ ആ പോയിന്റ് എടുക്കാൻ നേരത്ത് ഇതിൻ്റെ അകത്ത് ഈ 1 4 എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിൽ കിടക്കുക, 3 4 എന്ന് പറഞ്ഞാൽ അത് ഈ ലൈനിൽ എവിടെയോ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇപ്പറയും. ഇതിൻ്റെ അകത്ത് 1 2 എന്ന് പറഞ്ഞാൽ അത് ഈ ലൈനിൽ എവിടെ ഉണ്ട്. നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ ഏത് 1 4 എന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെ പെർപെൻഡിക്കുലർ, ഈ ഒരു ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഇങ്ങനെ കിടക്കുക. ഓക്കെ, അപ്പം ഈ ലൈന്, അപ്പം നമ്മൾ ഈ സർക്കിൾ വെച്ച് നമുക്ക് ഇതും കൂടെ കൂട്ടുമുട്ടുന്ന ഈ പോയിന്റ് കിട്ടും, ഇത് കൂട്ടുമുട്ടുന്ന ഈ പോയിന്റ് കിട്ടും. അങ്ങനെ നമുക്ക് I1 3 കിട്ടും, I2 4 കിട്ടും. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സെന്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പം മൊത്തം ഇക്വേഷൻ്റെ കളിയാണ്. ഇനിയിപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താണെന്ന് n 300 RPM എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് ലിങ്കിലാണ് തന്നിരിക്കുന്നത്? OA-യിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വരിക. ഇതിൻ്റെ അടിയിലേക്ക് വരാൻ പറ്റില്ല, കാരണം ഇതിനാണ് ഫിക്സഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വരിക, അതിൻ്റെ ക്ലോക്ക്വൈസ് വരിക. അപ്പോൾ ω/OA നമ്മൾ കണ്ടുപിടിച്ചു, n വെച്ചിട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ അതിൻ്റെ BA ലിങ്ക് കഴിഞ്ഞിട്ട് വരുന്നത് ഈ പോയിന്റാണ്. ഈ പോയിന്റിൽ A ഉണ്ട്. അപ്പോൾ Aയിൽ BA എന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റും. BA എത്ര കിട്ടി? അതെനിക്ക് ω-യും ഈ ഡിസ്റ്റൻസും വെച്ചിട്ട് എനിക്ക് BA കിട്ടും. BA കിട്ടിയതിന് ശേഷം എന്തോന്നുണ്ട്? അടുത്തൊരു ലിങ്കാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ലിങ്ക് ഞാൻ BA വെച്ചിട്ട് ആ ലിങ്ക് കണ്ടുപിടിക്കും. അതാണ് ഈ കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ ലിങ്ക് കഴിഞ്ഞിട്ട് അടുത്ത് എന്തോന്നുണ്ട്? അടുത്തൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലാണ് എന്തോന്നുള്ളത്? അടുത്ത B ഉള്ളത്. ഇത് B അല്ലേ? OAB, B ഉള്ളത്. അതെ, B ഉള്ളത്. അപ്പോൾ ബിൻ്റെ വെലോസിറ്റി എനിക്ക് കിട്ടും. അങ്ങനെയാണ്. സപ്പോസ് ഇതൊരു 4 ബാർ ആയിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ? നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് ആദ്യം ഈ ലിങ്ക് കാണും. ഈ ലിങ്ക് വെച്ചിട്ട് നമ്മൾ ഈ ലിങ്ക് ആദ്യം നമ്മൾ കിട്ടിയിരിക്കുന്ന n വെച്ചിട്ട് ഈ ലിങ്ക് കണ്ടുപിടിക്കും. ഈ ലിങ്ക് എന്ന് പറഞ്ഞാൽ ω കണ്ടുപിടിക്കും. അതിനുശേഷം ഈ ലിങ്ക് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു ഡോട്ടാണ്, അതായത് ഒരു ജോയിന്റ് ആണ്. ആ ജോയിന്റിൽ എന്നതാണ് B. അപ്പോൾ ഇതിനകത്ത് വെലോസിറ്റി നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ആ വെലോസിറ്റി B കണ്ടുപിടിച്ചിട്ട് ആ വെലോസിറ്റി B വെച്ചിട്ട് അടുത്ത ലിങ്ക് BC കണ്ടുപിടിക്കും. BC കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് വരുന്നത് ഒരു പോയിന്റ് ആണ്, C എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി കണ്ടുപിടിക്കാം. അതിനുശേഷം അടുത്തത് വരുന്നത് എന്തോന്നാണ്? CD എന്ന് പറഞ്ഞ സംഭവമാണ്. പിന്നെ അടുത്തത് D വരും. പക്ഷെ നമ്മൾ D എടുക്കത്തില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫിക്സഡ് ആണ്. AD എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്. മോഡ്യൂൾ 1 4 ബാർ ഗ്രാഫിക്കൽ മെത്തേഡ്, അതുപോലെ തന്നെ സ്ലൈഡർ ക്രാങ്ക് ഗ്രാഫിക്കൽ മെത്തേഡ്, പിന്നെ ഇൻസ്റ്റന്റേനിയസ് സെന്ററിന്റെ 4 ബാറിന്റെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ, സ്ലൈഡർ ക്രാങ്കിന്റെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ. ഈ 4 എണ്ണവും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുവറായിട്ടും മോഡ്യൂൾ 1 പാർട്ട് B ഓറൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും.